ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് മൂലം നക്ഷത്രത്തിൻ്റെ 2025 ആണ്ട് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ, ഇത് മൂലം നക്ഷത്രക്കാരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും എന്തുകൊണ്ടെന്നുള്ളത്. ഇനി പൊതുവായ ഫലത്തിലേക്ക് വരാം. ഈ 2025 ആണ്ട് ജൂലൈ ആഗസ്റ്റ് മാസം മൂലം നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് കാണുന്നു. ഇതിലെടുത്ത് പറയേണ്ടത്, നിങ്ങൾ വീടിനേക്കാൾ കൂടുതലായിട്ട് തൊഴിലിനെ സ്നേഹിക്കുന്നൊരവസ്ഥ ഉണ്ടാകുന്നതാണ്. തൊഴിൽ സ്ഥലത്ത് കൂടുതൽ സമയം ചിലവഴിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയമാണ്. അതിന് നിങ്ങൾ സമയം കണ്ടെത്തുന്ന സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ ഉയർച്ച കാണുന്ന സമയമാണ്. സാമൂഹ്യമായിട്ടാണെങ്കിലും സാമ്പത്തികമായിട്ടാണെങ്കിലും ഉയർച്ചയാണ് നിങ്ങൾക്ക് കാണുന്നത്. ഊഹക്കച്ചവടം, ഷെയർ മാർക്കറ്റ് ബിസിനസ്സിലൊക്കെ നഷ്ടം സംഭവിക്കാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നു. നിങ്ങൾക്ക് കർമ്മരംഗത്ത് വ്യാഴമാണ് ഗുണഫലങ്ങൾ ചെയ്തു നിൽക്കുന്നത്. അത് ഒത്തിരി ഗുണങ്ങൾ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നതാണ്. സ്വജനങ്ങളെ പിരിഞ്ഞ് കഴിയേണ്ട സാഹചര്യം കാണുന്നു. വീട് മാറി താമസിക്കേണ്ട സാഹചര്യമൊക്കെ ചില മൂലം നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. നിങ്ങളുടെ വരവിനേക്കാൾ അധികമായിട്ട് ചിലവ് ഉണ്ടാകുന്നൊരു സമയമാണ്. അമിതമായിട്ട് ദൂർത്തൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. എന്നാൽ എടുത്തു പറയേണ്ടത്, ഇഷ്ടജനങ്ങളുടെ വേർപാട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ കുടുംബ അംഗങ്ങളിൽ ചിലരുടെയൊക്കെ വേർപാട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഞാൻ അതിലൊരു കാര്യം പ്രത്യേകം പറയുകയാണ്, ഈ ഭൂമിയിൽ എല്ലാ ചരാചരങ്ങൾക്കും ഒരു ദിവസം നാശമുണ്ടാവും. ജനിച്ചിട്ടുണ്ടെങ്കിലും മരണമുണ്ടാവും. അപ്പോൾ ആ രീതിയിലേക്ക് ചിന്തിച്ച് മനസ്സിനെ പക്വതമാക്കുക. ആ ചിന്ത നിങ്ങളുടെ മനസ്സിൽ സദാസമയം ഉണ്ടാവുകയും ചെയ്യണം. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് കാണിക്കുന്ന നമ്മുടെ സ്വഭാവത്തിനും വ്യത്യാസം വരും. അപ്പോൾ ഇത് കുടുംബത്തിലെ ഒരംഗം പോയാൽ സങ്കടമുണ്ടാകും തീർച്ചയാണ്. പക്ഷേ അത് ജീവിതകാലം മൊത്തം അങ്ങനെ കൊണ്ടുനടക്കരുത്. ഇത് പ്രകൃതിയുടെ നിയമമാണ് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് മാതാവിൻ്റെ സഹായം കൂടുതലായിട്ട് ലഭിക്കുന്നൊരു സമയമാണ്. കാര്യക്ഷമമായിട്ട് പ്രശ്നങ്ങളെയൊക്കെ നേരിടാനുള്ള ഒരു മനോധൈര്യം നിങ്ങൾക്ക് ഉണ്ടാകുന്നൊരു സമയമാണ്. ഈ മൂലം നക്ഷത്രക്കാരെ ഒന്ന് പറയുകയാണെങ്കിൽ, അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ടുകളൊക്കെ നിങ്ങളൊന്ന് ഒഴിവാക്കേണ്ടത് നല്ലതാണ്. ആ സമയത്തുള്ള യാത്രകളൊക്കെ ഒന്ന് ഒഴിവാക്കേണ്ടത് നല്ലതാണ്. നിങ്ങൾ ഈശ്വര ചിന്ത ഒരു കാരണവശാലും കൈവിടരുത്. നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന ചില സംഭവങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ ഉറ്റ മിത്രങ്ങളൊക്കെ എതിർചേരിയിലേക്ക് മാറി വിഷമകരമായിട്ടുള്ള അവസ്ഥകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കും. ഒത്തിരി മാനസിക പ്രശ്നങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. പുതിയ വീട് പണിയുകയോ പുതുക്കി പണിയുകയോ ഒക്കെ ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്ക് നിങ്ങൾ പരിഹാരം കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഉദ്യോഗസ്ഥർക്കൊക്കെ കാലം അനുകൂലം തന്നെയാണ്. സന്താനങ്ങൾ മൂലം സന്തോഷമുണ്ടാകുന്നൊരു സമയവും കൂടിയാണ് ജൂലൈ ആഗസ്റ്റ് മാസം. സാമ്പത്തിക ഇടപാടുകളിൽ നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ സമയത്ത് ആർക്കും പണം കടം കൊടുക്കാതിരിക്കുക. കടം കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചു കിട്ടത്തുമില്ല. നമ്മൾ ചോദിക്കുന്നത് മൂലം അവർ നമ്മുടെ ശത്രുവായിട്ട് മാറാനുള്ള സാധ്യതയുമുണ്ട്. ദൈവിക കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്ന ഒരു സമയമാണ് ഈ ജൂലൈ ആഗസ്റ്റ് മാസം. ജീവിതത്തിൽ മൊത്തത്തിലൊരു അടുക്കും ചിട്ടയൊക്കെ ഉണ്ടാകുന്നൊരു സമയമാണ് ഈ 2025 ആണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ ഈ മാസങ്ങളിലെ ഗുണദോഷ ഫലം. ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഒഴിച്ചാൽ കാലം ഒരുവിധം അനുകൂലമാണ്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെയുള്ള കുടുംബാംഗങ്ങളുടെ വിയോഗം, അത് പ്രകൃതിയാലുള്ള നിയമമാണ്. അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളും ഞാനും ഒക്കെ ഒരു ദിവസം പോകേണ്ടവരാണ്. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ വെക്കുക. ഈശ്വരവചനം ഉണ്ടാകുന്ന നല്ലതാണ്. നിങ്ങളുടെ ഗുണഫലങ്ങളുടെ മാറ്റം വർദ്ധിക്കാനും ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കാനുമായിട്ടൊക്കെ നിങ്ങൾ ശനിയാഴ്ച ദിവസങ്ങളിലൊക്കെ ധർമ്മശാസ്ത്ര ക്ഷേത്രം ദർശിക്കുകയും വേണ്ട വഴിപാടുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കാലം ഒരുവിധം അനുകൂലമാകുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റ് നാളുകളുടെ വീഡിയോ ഞാൻ ഇവിടെ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളതിൽ കയറിയിട്ട് കാണാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.